ഇന്ന് വെട്ടുപാറയിലാണ് വൈകുന്നേരത്തെ ചായ. ഇതൊരു രസകരമായ ചായ കൂടിയാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ജനുവരി മാസം ആരംഭിക്കുന്നതോടെ പെയിൻ ആൻഡ് പാലിയേറ്റീവിന് നാടൊട്ടാകെ ഫണ്ട് ശേഖരണം നടത്താറുണ്ട്. ഇതിന് വിവിധ മാർഗങ്ങളാണ് ഓരോ നാട്ടുകാരും ഉപയോഗിക്കുന്നത്. കടകളിൽ കയറി പിരിവ് നടത്താറുണ്ട്, വീടുകളിൽ കയറി പിരിവ് നടത്താറുണ്ട്, റോഡുകളിൽ വാഹനങ്ങളെ കൈകാണിച്ച് പിരിവ് നടത്താറുണ്ട്. ഇങ്ങനെ നാനാ ദിക്കിലുള്ള നാനാ നാട്ടിലും ഈ ഒരു ഫണ്ട് കളക്ഷൻ നടക്കുന്ന സമയത്ത് വെട്ടുപാറയിലെ ഒരു വ്യത്യസ്തമായ കുറിക്കല്യാണം, പണ്ടത്തെ കുറിക്കല്യാണത്തെ അനുസ്മരിക്കുന്ന ഒരു പരിപാടിയാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഒന്ന് പരിചയപ്പെടുന്നതിന് വേണ്ടിയാണ് ഇന്നിവിടേക്ക് വന്നിട്ടുള്ളത്. വെട്ടുപാറ പ്രകൃതി രമണീയമായ ചാലിയാറിന്റെ മുറിഞ്ഞുമാടിന്റെ പരിസരത്തുള്ള ഈ ഒരു സ്ഥലത്ത് റോഡരികിൽ കൃത്യമായ ഈന്തുംപന ഉപയോഗിച്ച് പന്തൽ രൂപീകരിച്ച് പഴയ ഓർമ്മകളെ പുതുക്കുന്ന രീതിയിൽ ഒരു വാഴക്കുലയുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ വെറ്റിലയും അടക്കയും ഉണ്ട്, കുറിക്കല്യാണം എഴുതുന്ന പുസ്തകങ്ങളുണ്ട് തുടങ്ങി വ്യത്യസ്തമായ അടക്ക, വെറ്റില, വായ, എന്തിനേറെ നമ്മുടെ എല്ലാ ആ ഒരു കുറിക്കല്യാണത്തെ അനുസ്മരിക്കുന്ന എല്ലാ സംവിധാനങ്ങളും അവരിവിടെ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വൈകുന്നേരത്ത് രസകരമായ പാട്ട് ഇവിടെ കേൾക്കാം. വളരെ ഈ ഒരു വൈറ്റ് ലൈൻ ക്ലബ്ബ് എന്ന് പറയുന്ന ഈ ഒരു സംഘം നേരത്തെ നിരവധി പ്രവർത്തനങ്ങളിൽ സജീവമായിട്ടുള്ള ഇവർ വിവിധ പ്രവർത്തനങ്ങൾ കൊണ്ട് നാടിന് മാതൃക തീർത്ത യുവ കൂട്ടായ്മയാണ്. കോവിഡിന്റെ കാലത്തും അതിനുശേഷം പ്രളയം വരുമ്പോഴും മറ്റേതൊരു സമയത്തും ഈ ഒരു കൂട്ടായ്മ നാടിന് വളരെ വലിയ മാതൃക തീർക്കുന്ന ഒരു സംഘമാണ്. ആ ഒരു സംഘത്തിന്റെ കുറിക്കല്യാണത്തിലാണ് ഇന്നുള്ളത്. ഇവരുടെ നാട്ടുകാരുടെ ഒരു പ്രതികരണം നമുക്ക് ചോദിച്ചറിയാം. വൈറ്റ് ലൈൻ ക്ലബിന്റെ ഈ ഒരു കുറിക്കല്യാണത്തെ നമ്മൾ നേരിട്ട് ചോദിച്ചറിയുകയാണ്. ഈ ഒരു പ്രോഗ്രാം എങ്ങനെയുണ്ട് എന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. നാട്ടുകാരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്. എങ്ങനെയുണ്ട് മാഷെ, എങ്ങനെയുണ്ട് ഈ കുറിക്കല്യാണത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? നല്ല സംരംഭമാണ്. ഞാൻ എങ്ങനെ ആലോചിക്കുന്നത്, കുറെ കാലം മുമ്പ് നടന്നൊരു സംഗതിയാണല്ലോ. ഞാൻ ന്യൂസ് ഒട്ടുപാറ ഗ്രൂപ്പിൽ വന്നപ്പം വളരെ സന്തോഷിച്ചു. ഒരു ജനകീയ സംരംഭമാണ്, ഒരു പാലിയേറ്റീവ് സംരംഭം എന്ന് പറഞ്ഞാൽ ജനകീയമാകുന്ന സംഭവമാണ്. വൈറ്റ് ലൈന് അത് ഏറ്റെടുത്തു, ഇങ്ങനത്തെ ഒരു പുതിയ സംവിധാനത്തിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമുണ്ടായി. സത്യത്തിൽ എനിക്കിന്ന് തിരൂര് പരിപാടിയാണ്. ഞാൻ ഈ സംഗതി കാണാൻ വേണ്ടി മാത്രം പരിപാടി ക്യാൻസലായിട്ട് ഇവിടെ വന്നതാണ്. എല്ലാവിധ അഭിനന്ദനങ്ങളും ഇതിന്റെ സംഘാടകർക്കും ഇതിന്റെ മുന്നിൽ പണിയെടുത്ത എല്ലാവർക്കും. ഓക്കെ, നാട്ടുകാർ തന്നെ ഇതിനെ ഏറ്റെടുത്തിട്ടുണ്ട്. എന്താണ് ഈ ഒരു ഇതിനെ കുറിച്ച് പറയാനുള്ളത്? പഴയ രീതിയിലേക്ക് വന്നുകൊണ്ട് ഒരു പുതിയ സിസ്റ്റമാണ് ഇത് ആരംഭിച്ചത്. എന്നുവെച്ചാൽ ഏത് രീതിയിലൊക്കെ ആളുകളെ സഹായിക്കാൻ പറ്റുമോ ആ രീതിയിൽ വൈറ്റ് ലൈൻ ക്ലബ്ബ് സഹായിക്കുന്ന രീതി ഏറ്റെടുത്തു എന്നുള്ളതാണ്. ഇപ്പോൾ ഇത് എല്ലാവരും നാട്ടിലെ ആളുകളൊക്കെ ഇത് ഏറ്റെടുത്ത് വളരെ സന്തോഷപൂർവ്വം ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. ഇതൊരു വളരെ വ്യത്യസ്തമായിരിക്കുന്ന ഒരു രീതിയാണ്. ഇത് ഈ പാലിയേറ്റീവിന് വേണ്ടി പണം കണ്ടെത്താൻ വേണ്ടി വൈറ്റ് ലൈൻ കണ്ടെത്തിയിരിക്കുന്ന ഒരു രീതി. എന്താണ് നിങ്ങൾ ഈ ബുക്കിൽ എഴുതുന്നത്? ഇത് നമ്മള് ഓരോരുത്തർ നമ്മളെ സാധാ കുറിക്കല്യാണത്തിൽ ഉണ്ടാവുമല്ലോ, നമ്മൾ ബുക്കൊക്കെ വെച്ച് പഴയ നൊസ്റ്റാൾജിയ ഫീൽഡിൽ എല്ലാവരും പേര് എഴുതുക, സംഖ്യ എഴുതുക എന്നുള്ള രീതിയിൽ ഒരു വ്യത്യസ്തമായ രീതി, പഴമ രീതി നമ്മൾ പുതിയ ഇതിലേക്ക് കൊണ്ടുവന്നതാണ്. ഈ പുസ്തകത്തിൽ എങ്ങനെയാണ് ആളുകളുടെ ഒരു കളക്ഷൻ എത്രമാത്രം? അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ എല്ലാവരും സഹകരിക്കുന്നുണ്ട്. എല്ലാവരും നല്ല സംഖ്യ തന്നെ തന്നു. പാലിയേറ്റീവിന് വേണ്ടിയിട്ട് നല്ലൊരു സഹായം തന്നെ വരുന്നുണ്ട്. ഇവിടെ വെറ്റില, അടക്ക, പിന്നെ പുകല ഇതൊക്കെ കാണുന്നത് എന്താ? ഇത് നമ്മളൊരു പഴമയിലേക്ക് പോകും. ഇതൊക്കെയാണ് കാണുമ്പോൾ എല്ലാവർക്കും ഒരു അത്ഭുതം. ഇത് തന്നെ എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കുന്നു, ഇതിനെ കുറിച്ച് തന്നെ എല്ലാവരും ചോദിക്കുന്നതൊക്കെ. ഇത് നമ്മൾ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഇതിന് പഴമയിൽ നിന്ന്. പാലിയേറ്റീവ് ഒമാനൂർ പാലിയേറ്റീവ് കെയറിന്റെ ധനശേഖരണാർത്ഥം വൈറ്റ് ലൈൻ വെട്ടുപാറ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ധനസമാഹരണം നടത്തുന്നത്. വെട്ടുപാറയിലെ യുവജന ക്ലബ്ബായ വൈറ്റ് ലൈൻ വെട്ടുപാറ അതിൽ പങ്കെടുക്കാൻ സാധിച്ചത് വളരെ അതിയായ സന്തോഷമുണ്ട്. ഒരു പഴമയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു വലിയ പരിശ്രമം തന്നെ ഈ വൈറ്റ് ലൈൻ ക്ലബ്ബ് ഇവിടെ നടത്തിയിട്ടുണ്ട്. ഈ ഒരു കുറിക്കല്യാണത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? എന്താണ് ഇതിന്റെ ഒരു അവസ്ഥ നിങ്ങൾ ഇവിടുത്തെ നാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക്? വളരെ സന്തോഷം ജനിപ്പിക്കുന്ന ഒരു സംഗതിയാണിത്. നമ്മളെ പഴയ കാലത്തേക്ക് ഒരു നൂറ്റാണ്ടപ്പുറത്തേക്ക് എന്നൊക്കെ പറയാം, ആ ഒരു രീതിയിലേക്ക് പിന്നോട്ട് കൊണ്ടുപോയ. എന്നാൽ പാലിയേറ്റീവിനെ കുറിച്ച് നമുക്കറിയാം, നമ്മൾ എത്ര ഫണ്ട് ശേഖരിച്ചാലും സ്വരൂപിച്ചാലും തികയാത്ത, മതിവരാത്ത ഒരു മേഖലയാണ്. വളരെ സന്തോഷമുണ്ട്. വേറിട്ട ഒരു പദ്ധതിയുമായിട്ട് നമ്മുടെ നാട്ടിലെ വൈറ്റ് ലൈൻ ക്ലബ്ബ് മുന്നോട്ട് വന്നതിൽ സന്തോഷം.
വളരെ ഒരു നാട് ഒന്നാകെ ഈ കാണുന്ന ഓരോരുത്തരും യുവാക്കളടക്കം ഇതിന് സജീവമായി തന്നെ ഇവിടെ ഉണ്ട്. എന്താണ് പിന്നെ ഈ ഒരു ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇതിനെപ്പറ്റി പറയുന്നത് നമ്മളെ എന്തെങ്കിലും ഒരു ആശയം വന്നപ്പം തന്നെ അതിനെപ്പറ്റി ചിന്തിച്ച് പഴയ നൊസ്റ്റാൾജിയിലേക്ക് മാറുക. കല്യാണം എന്താണെന്ന് ഇപ്പോഴത്തെ ആർക്കും അറിഞ്ഞൂടാ. അപ്പൊ അവർക്കുള്ള ഒരു കാഴ്ച ഒരുക്കിയിട്ടാണ് ഞങ്ങൾ ചെയ്തത്. ഓക്കെ ഓക്കെ. രണ്ടുപേരും ഇപ്പോൾ ഇവിടെ ചായ കുടിക്കുന്നുണ്ട്. നമുക്ക് അവരോട് ഇതിന്റെ ഒരു വിവരങ്ങൾ ചോദിക്കാം. പിന്നെ കുറിക്കല്യാണം കൂടാൻ വേണ്ടി വന്നതാണ്, അതോടൊപ്പം ഇവര് ചായ കുടിക്കുന്നുണ്ട്. ഓക്കെ, എന്താണ് നിങ്ങൾ ഇന്ന് ഇവിടെ ചായ കുടിക്കാൻ ഇന്ന് വൈകുന്നേരം ഇങ്ങോട്ടേക്കാണോ വന്നത്? എന്താണ് ഇവിടേക്ക് വരാൻ? ഇത് പാലിയേറ്റീവ് കെയറിൻ്റെതായതുകൊണ്ടാണ്, ഒരു സഹായം ആവും ചെയ്യും, നമുക്കൊരു ചായ കൂടി ആവും ചെയ്യും, എല്ലാം കൊണ്ടൊന്ന്. ഒരു ചായ കുടിക്കുമ്പോൾ, വൈകുന്നേരത്തെ ഒരു ചായ കുടിക്കുമ്പോൾ അത് പാലിയേറ്റീവിലേക്കുള്ള ഒരു ഫണ്ട് കൂടിയാണ് എന്ന ധാരണയിൽ ഇവിടേക്ക് ഈ നാട്ടുകാർ ഒന്നാകെ യുവാക്കളടക്കം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ സന്തോഷകരമായ ഒരു കാഴ്ച തന്നെയാണ്. പ്രത്യേകിച്ചും പാലിയേറ്റീവ് എന്ന് പറയുമ്പോൾ ഈ നാട്ടിലെ ഓരോ സാധാരണക്കാരനും നെഞ്ചേറ്റിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. ഇതിനെക്കുറിച്ച് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ കുറിക്കല്യാണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പഴയ കാലത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ പുതിയ ജനറേഷൻ ഇത് മറിവിലേക്ക് പോയി കഴിഞ്ഞു. അപ്പൊ ഇതിനെ പുതുതായി കൊണ്ടുവന്ന പുതിയൊരു കൺസെപ്റ്റ് ആയിട്ടാണ് നമ്മൾ പുതുതലമുറ ഇതിനെ നോക്കിക്കാണുന്നത്. ഈ കുറിക്കല്യാണം എന്ന് പറയുമ്പോൾ അന്നത്തെ കാലത്ത് ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു വലിയ ചടങ്ങായിരുന്നു അതിലെ. അതെ, അത് ഒരു ആവശ്യങ്ങൾക്കായിരുന്നു മുമ്പ് ഇത് നടത്തിയിരുന്നത്. ഇപ്പൊ ക്ലബിന്റെ കീഴിൽ ഒരു നമ്മൾ എന്താ പറയാ ഒരു ഇതായിട്ടാണ് നമ്മൾ ഫണ്ട് ശേഖരണം എന്നുള്ള നിലക്കാണ് ഇത് മുന്നോട്ട്. ഇതിന് ജനങ്ങളെല്ലാവരും ബമ്പ സപ്പോർട്ടാണ്. വന്നിട്ടുള്ള എല്ലാവരും കുഴപ്പമില്ലാത്ത രീതിയിൽ സംഖ്യകളും കാര്യങ്ങളും ഈ പരിപാടി ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഓക്കെ, നമ്മൾ ക്ലബിന്റെ ജനറൽ സെക്രട്ടറി ഇവിടെ ഉണ്ട്. ഈ ഒരു പ്രോഗ്രാമിനെ നിങ്ങൾ ഇങ്ങനെ സംഘടിപ്പിക്കാനുണ്ടായ ഒരു കാരണം എന്താണ്? അതായത് ഓമാനൂർ പാലിയേറ്റീവിന്റെ ഒരുപാട് മേഖലകളിൽ ഇതുപോലെ പണം സ്വരൂപിക്കൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിൽ നിന്നും ഒരു വ്യത്യസ്തമായ രീതി എന്നുള്ള രീതിയിലാണ്. കാരണം ഇത് ഇന്നത്തെ തലമുറക്ക് അറിയാത്തൊരു സെറ്റപ്പാണല്ലോ ഈ കുറിക്കല്യാണം എന്ന് പറയുന്നത്. അത് ഇവിടേക്ക് അതിന്റെ ഒരു ആംബിയൻസ് ഇവിടേക്ക് എത്തിക്കാം എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചിന്തിച്ചത്. അതുപോലെ തന്നെ അതിലേക്ക് ഫണ്ട് സമാഹരണം. ഇതിനു മുന്നേ നമ്മൾ ഒരു 2-3 പരിപാടികളിൽ ശീതള പാനീയങ്ങൾ കൊടുത്തിട്ടായിരുന്നു നമ്മൾ പരിപാടികൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമുക്കറിയാം ഇവിടെയുള്ള എല്ലാ ഒട്ടുമിക്ക ജനങ്ങളും ഇവിടെ വരികയും നമ്മൾ സൽക്കാരങ്ങൾ സ്വീകരിക്കുകയും അവരാൽ കഴിയുന്ന സംഭാവനകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ 10 രൂപയുടെ ചായ കുടിച്ചവർ 100, 200, 250, 500 ഒക്കെയാണ് കുറിക്കല്യാണം കൂടി പോകുന്നത്. അതെ, ഒരു ചായക്ക് പീടികയിൽ നിന്നും കുടിക്കുകയാണെങ്കിൽ 12 രൂപ, ഒരു കടിക്ക് ഒരു 12 രൂപ, 24 രൂപ. അവരൊരു ചായയും കടിയും കുടിക്കുമ്പോൾ 100ഉം 200ഉമാണ് ഇവിടെ തന്ന് സമാഹരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. വൈറ്റ് ലൈൻ ക്ലബിനെ ഒന്ന് പരിചയപ്പെടുത്താമോ? വൈറ്റ് ലൈൻ ക്ലബ്ബ് നിലവിൽ വന്നിട്ട് ഏകദേശം 10-15 കൊല്ലത്തോളം അല്ലേ, 20 വർഷത്തോളമായി ക്ലബ്ബ് വന്നിട്ട്. നമ്മളൊക്കെ മുതലേ അതിൽ പ്രവർത്തിച്ചു വരുന്ന ആളുകളാണ്. ഇന്നിപ്പം അതിന്റെ സെക്രട്ടറി ആണ്. അൽഹംദുലില്ലാഹ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷമാണ് ഇങ്ങനത്തെ ഓരോ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഈ ചാരിറ്റിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഇവരത് കാണുന്നത്. അസ്ലാം, ഈ ഒരു പരിപാടിയെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഞങ്ങള് ഒരുപാട് വർഷമായിട്ട് പല വ്യത്യസ്ത ആശയങ്ങളാണ് ക്ലബ്ബും നാട്ടിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് ഈ പ്രാവശ്യത്തെ പാലിയേറ്റീവ് കെയർ ഫണ്ട് കളക്ഷൻ ഇങ്ങനെ സ്വരൂപിച്ചെടുത്ത് ഒരു പുതിയൊരു കൺസെപ്റ്റ്, പഴയ കാല ചരിത്രങ്ങൾ പുതിയ ആളുകൾക്ക് പരിചയപ്പെടുത്താനുള്ള ഒരു കൺസെപ്റ്റിലാണ് ഇത് തുടങ്ങി വെച്ചത്. അൽഹംദുലില്ലാഹ് ആളുകൾ ഏറ്റെടുത്തു. നല്ല വിജയമായിട്ട് വരുന്നുണ്ട്. ആളുകൾ നല്ല സപ്പോർട്ടാണ് നടക്കുന്നത്. പിന്നെ ഈ ക്ലബ്ബ് എന്ന് പറയുമ്പോൾ നാട്ടിൽ ഒരുപാട് കാര്യങ്ങളിൽ, കളിയിലായാലും ആർട്സിലായാലും സ്പോർട്സിലായാലും അതുപോലെ തന്നെ ഈ ചാരിറ്റി രംഗത്തായാലും മുമ്പ് കിഡ്നി രോഗികൾക്ക് അതുപോലെ ഡയാലിസിസ് രോഗികൾക്ക് പല ചാരിറ്റി പ്രവർത്തനങ്ങളും ഈ ക്ലബ്ബ് നല്ല വിജയപ്രദമായ കളക്ഷൻ എടുത്തു കൊടുത്തിട്ടുണ്ട്. എല്ലാ മേഖലകളിലും ക്ലബിന്റെ സാന്നിധ്യം അറിയിക്കാറുണ്ട്. എല്ലാ മേഖലയിലും തിളങ്ങുന്ന ഒരു ക്ലബ്ബ്. നമുക്ക് ചായക്കാരക്കാരനോട് ചോദിക്കാം, എന്താണ് ഇപ്പോൾ ഇവിടെ കൊടുക്കുന്നത്? ഇവിടെ ചായ വാർത്ത കൊടുക്കുന്നത് ഞാനാണ്. അവര് പറയുന്ന ചായ കൊടുക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ 1970 കാലഘട്ടങ്ങളിൽ നടന്നൊരു പരിപാടിയാണ് കുറിക്കല്യാണം. അതിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ന്യൂജൻ ചെക്കന്മാരുടെ ഒരു പുതിയൊരു ഇതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആളുകളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? ആൾക്കാർ വരുന്നു, ചായ കുടിക്കുന്നു. 10 രൂപ 20 രൂപ ചായ കടയിൽ കൊടുക്കേണ്ടടുത്ത് 100 രൂപ 200 രൂപ 250 രൂപ അവരിവിടെ പാലിറ്റീവ് എന്ന് പറയുമ്പോൾ അവർ മനസ്സറിഞ്ഞ് തന്നുകൊണ്ട് പോവുകയാണ്. നേരത്തെ ചായ ഇങ്ങനെ ഉണ്ടാക്കി പരിചയമുണ്ടോ? ഉണ്ട്. കടകളിൽ വർക്ക് ചെയ്തിരുന്നു. ആദ്യം ചായക്കടയിൽ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അനുഭവ സമ്പത്തുള്ള ഒരാളെ തന്നെയാണ് വൈറ്റ് ലൈൻ ക്ലബ്ബ് ഇതിനായി കണ്ടെത്തിയിട്ടുള്ളത്. ഏറെ സന്തോഷകരം. നമുക്ക് വളരെ സജീവമായ ഒരു അങ്ങാടി ഇന്ന് വെട്ടുപാറയായി മാറുകയാണ്. ഈ പാലിയേറ്റീവിന്റെ പ്രവർത്തനങ്ങൾക്ക് നാടൊന്നാകെ ഒരുമിക്കുകയാണ്.
അമീൻ വെട്ടുപാറക്കൊപ്പം ഉമർ അലി ശിഹാബ്, വാഴക്കാട്. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.